നമസ്കാരം ഉണ്ടാക്കുന്ന സ്റ്റുഡിയോയുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നത് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ കളർ, അതായത് ഇപ്പോൾ പച്ച കളറിലെ ഒരു കാർഡിനെ പിങ്ക് കളറിലേക്ക്, അല്ലെങ്കിൽ നീല കളറിലേക്ക്, മഞ്ഞ കളറിലേക്ക്, ചുവപ്പ് കളറിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് കളർ ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. ഈ കാർഡുകളോ അല്ലെങ്കിൽ പച്ച കളറോ മാത്രമല്ല, നമുക്ക് നീല കളറിന് മാറ്റാൻ പറ്റും, റെഡ് കളറിന് മാറ്റാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ഒരു കളറിലേക്ക് കളർ ഗ്രേഡ് ചെയ്തിട്ട്, അതായത് വലിയ വൃത്തികേടൊന്നും ഇല്ലാത്ത രീതിയിൽ ആ ഒരു സ്പെസിഫിക് കളർ മാത്രം മാറ്റി കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡാർക്കൂൾ VFX സ്റ്റുഡിയോ. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകാം അല്ലേ. ഞാൻ ആദ്യം തന്നെ ഒരു ഫുട്ടേജ്, നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഈ ഒരു ഫുട്ടേജിന് എടുത്തിട്ട് നേരെ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ബേസിക് അറിയാത്തവരുണ്ടെങ്കിൽ നേരെ ഡിസ്ക്രിപ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ ലിങ്ക് ഉണ്ട്, അതിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിലേക്കാണ് എത്തുക. ഒരുവിധ എല്ലാ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെയും വീഡിയോസ് അവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡാവിഞ്ചിയുടെ വീഡിയോസ് ഉണ്ട്, അത് കണ്ട് ബേസിക് ഒക്കെ ഒന്ന് പഠിച്ച് നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിട്ട് കാര്യങ്ങൾ പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അറിയാത്തുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടുമായിരിക്കും എന്ന് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് വരുന്നു. വേറെ ഒന്നും ചെയ്യല്ല, വളരെ സിമ്പിളാണ്. നേരെ എഡിറ്റിംഗ് ടാബ്, നേരെ കളർ ടാബിലേക്ക് വരാം. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ കർവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ കർവിൽ വന്നു കഴിഞ്ഞാൽ 1, 2, രണ്ടാമത്തെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഹ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു കളറുകളാണ് മാറ്റാനുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ പിക്ക് ചെയ്തെടുക്കാം ഓരോ കളറുകൾ. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ പിക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഓരോ ഡോട്ടുകൾ ഇവിടെ വീഴുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന കളറുകളാണ്, നമ്മളെ കൂട്ടിലെ കോഴി എന്നൊക്കെ പറയും പോലെ നമുക്കറിയാവുന്ന കളറുകളാണ്. എന്താണ്, പച്ചയുണ്ട്, മഞ്ഞയുണ്ട്. പക്ഷേ ഈ പച്ചകൾ കൂടുതലും മഞ്ഞയിൽ കണ്ടന്റ് ചെയ്ത്. ഇനി നമുക്ക് ഇങ്ങനെ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ ഈ ഒരു സ്കോപ്പിൽ നോക്കിയാൽ മതി. ഈ ഒരു ഗ്രാഫിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ കണ്ടാവും കയറി വന്നേക്കുന്ന കളറ് മഞ്ഞയാണ്. ആക്ച്വലി പച്ച ഇവിടെ ഉണ്ടെങ്കിൽ കൂടെ മഞ്ഞയാണ്. അപ്പോൾ നമ്മൾ മഞ്ഞ ഒന്ന് സെലക്ട് ചെയ്യുക. മഞ്ഞ എവിടെയാണ് നമുക്ക് കിട്ടുന്നത്, വേണമെങ്കിൽ കുറച്ച് ഇങ്ങോട്ടേക്ക് നീക്കി വെച്ചിട്ട് ഈ ഒരു ആക്യുറേറ്റ് ഈ ഒരു പോയിന്റിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം അല്ലേ. ഞാൻ ഇങ്ങനെ ഒരു ഗ്രാഫ് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പോകണേ, ഒന്ന് മേലോട്ട് കപ്പ് ചെയ്യാൻ പോകണേ. കണ്ടോ കളർ മാറണം, കണ്ടോ മൊത്തത്തിൽ. ഓക്കെ, അപ്പം ഞാനിങ്ങനെ ഒരു റോസ് കളറാണ് എനിക്ക് വേണ്ടെങ്കിൽ, മീൻസ് ഈ ഒരു പിങ്ക് കളറാണ് വേണ്ടെങ്കിൽ ഇങ്ങനെ വെക്കുക. ഇനി ഇവിടേക്ക് കുറച്ച് പച്ചകളൊക്കെ അല്ലേ, ജസ്റ്റ് വേണമെങ്കിൽ ആ ഒരു പച്ചയും കൂടെ ഇവിടേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടാവും ഈ ഒരു പോയിന്റാണ് കിട്ടിയിരുന്നത്. കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് നീക്കിയിട്ടിട്ട് ആ പച്ചനെയും കൂടെ ഒന്ന് അപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ ആ പച്ച കളറുകൾ പോകും. ആ പച്ച വേണമെന്നാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടേക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമുക്ക് നേരത്തെ കണ്ട വീഡിയോ ഒന്ന് വളരെ ഡിഫറെൻ്റ് ആയൊരു വീഡിയോ ആണ് കിട്ടാൻ. ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, വളരെ, അതായത് കാലഘട്ടങ്ങൾ മാറി വരുന്ന കാണിക്കുന്ന വീഡിയോസൊക്കെ ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും അല്ലേ. അപ്പോൾ വീണ്ടും കളർ ടാബിലേക്ക് തന്നെ പോവുകയാണ്. വീഡിയോ പോസ് അടിച്ച് കളർ ടാബിലേക്ക് വരികയാണ്. ഇനി എനിക്ക് തോന്നുകയാണ് ഈ കളറിനായിട്ട് കുറച്ച് നല്ലൊരു ബ്ലൂ, നമ്മൾ നേരത്തെ കാണിച്ച ബ്ലൂ ആണ് തോന്നിയാൽ വീണ്ടും മേലോട്ടേക്ക് വെക്കി കഴിഞ്ഞാൽ കണ്ട ആ ഒരു ബ്ലൂ കളറിലേക്ക് വരും. ഇവിടെ നമുക്ക് ഇങ്ങോട്ടേക്ക് അടിച്ചിട്ട് കണ്ട കളറുകൾ ഇങ്ങനെയൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ. ഈ ഒരു അടുത്ത പോയിന്റിനെ പിടിച്ചിട്ട് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ, ഹ്യൂവിൽ. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേറൊരു കളറാണ് വേണ്ടേക്കുക. ഞാനിത് രണ്ടും താഴേക്ക് വലിക്കാൻ പോവുകയാണേ, വേറെ കളറിലേക്ക് കൊണ്ടുപോവുകയാണേ. ഇപ്പോൾ ഈ കളർ നമ്മൾ ഏകദേശം എല്ലാ കളറുകളും ഇതിവിടെ ഇങ്ങോട്ടേക്ക് നീക്കിയാൽ വേറെ കളർ കിട്ടും, ഇങ്ങോട്ടേക്ക് നീക്കിയാൽ വേറെ കളർ കിട്ടും. കണ്ടോ, ഇങ്ങനെ പല ടൈപ്പ് കളറും കിട്ടും. താഴേക്ക് വരികയാണെങ്കിൽ കണ്ടോ കറക്റ്റ് ആ ഗ്രീൻ കളറിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട മഞ്ഞ വീഡിയോനെ ഒരു നാച്ചുറൽ കളറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വീണ്ടും നമ്മൾ കളർ ഗ്രേഡ് ചെയ്ത് വെച്ച ആ ഒരു വീഡിയോയുടെ വീണ്ടും താഴേക്ക് വലിക്കുന്ന സമയത്ത് ഗ്രീൻ കിട്ടി. ഇനി ഗ്രീൻ പോരാ, കുറച്ചുകൂടി വേറൊരു ടൈപ്പ് നീല കിട്ടാൻ കണ്ടോ, നല്ല സ്റ്റൈലുള്ളൊരു കളർ. ഇനി താഴേക്ക് കൊണ്ടുവന്ന് നമ്മൾ ആ മുകളിൽ കിട്ടിയ ഓൾമോസ്റ്റ് അതേ കളറിലേക്ക് തന്നെയാണ് താഴെയും വരിക, കാരണം ഗ്രാഫുകൾ തമ്മിൽ മുട്ടാൻ പോവുകയാണ് ഇവിടെ വെച്ച്. ഓക്കെ, അപ്പോൾ ഈ ഒരു കളറിലേക്ക് കൊണ്ടുവന്നു, വേറെ കളർ കിട്ടിയില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിന് കുറച്ചുകൂടെ ഡെപ്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ, കളറിന് ഡെപ്ത് കൂട്ടണമെങ്കിൽ നമ്മൾ നേരെ എന്ത് ചെയ്യുക, അടുത്ത ഓപ്ഷൻ ഹ്യൂ കഴിഞ്ഞാൽ സാച്ചുറേഷൻ കാണാൻ പറ്റും. ഈ സാച്ചുറേഷനിൽ ഇതുപോലെ തന്നെ മഞ്ഞയാണ് നമുക്ക് വേണ്ടത് അല്ലേ. മഞ്ഞ കുറച്ചുകൂടെ ഇങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മഞ്ഞ ഒന്ന് പൊക്കി കഴിഞ്ഞാൽ കണ്ടോ മഞ്ഞയുടെ കളറ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് വരും. അതുപോലെ കളർ കൂടി വരും, നല്ല തിക്കായിട്ടുള്ള കളറിലേക്ക് വരും. താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് വരും. ഇത്രയാണ് പിന്നെ ഈ ഒരു ടൈപ്പ് വീഡിയോ കളർ ചേഞ്ചിങ്ങിന് വരുന്നത്. ഇത്രേ ചെയ്യാനുള്ളൂ. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ കൂടുതൽ പറയുന്നില്ല. ഇനി സാച്ചുറേഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ പറയാം അല്ലേ. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ എന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. നമ്മൾ ഓൾമോസ്റ്റ് 2 മിനിറ്റ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് ഒരു 2 മിനിറ്റ് ചെയ്യാൻ വേണ്ടി 2 മിനിറ്റ് വേണ്ട, കാണിച്ചു തരാൻ 2 മിനിറ്റ് എടുത്തെങ്കിലും കൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.